എന്റെ അമ്മേനെ പറ്റിയിട്ട് എനിക്ക് കാമവേറി പൂണിച്ചാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെ എന്റെ വീഡിയോന്റെ അകത്ത് വന്നെത്തി ഇവള് വൃത്തികെട്ട മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ. മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജസ്ന സലീമിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും ജസ്ന സലീമിനെ ഇപ്പൊ അറിയാം. കണ്ണന്റെ പടം വരച്ചിട്ട്, അറിയാൻ വയ്യാത്തവർക്കായിട്ടൊന്ന് പറയട്ടെ, കണ്ണന്റെ പടം വരച്ചിട്ട് വിവാദത്തിലായ ഒരു മുസ്ലിം സ്ത്രീ, അതാണ് ജസ്ന എന്ന് പറയുന്നത്. അതിപ്പോ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതുമാണ്. ഈ ജസ്ന സലീം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞിട്ട് അങ്ങ് വെല്ലുവിളിയാണ്. ശരിക്കും പറഞ്ഞാൽ കേട്ട് മടുത്തു. എപ്പോഴും വന്നിരുന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞിട്ട് അങ്ങ് വെല്ലുവിളിയാണ്. അങ്ങനെ ഇപ്പൊ എന്തായാലും ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ജസ്ന സലീം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്താണെങ്കിൽ കൈയൊക്കെ മുറിച്ചിട്ട് രക്തമൊക്കെ വാർന്ന് തളം കെട്ടി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ് ലാസ്റ്റ് പോയി ആളങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. ഈ ജസ്ന ഇത് ചെയ്യാൻ കാരണം ലസിത എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതാണെങ്കിൽ എപ്പോഴും ജസ്നയെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാൻ തുടങ്ങി, മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഫൈറ്റാണ്. അവരവിടെ ചെയ്യും, ഇവരിവിടെ ചെയ്യും, പരസ്പരം ലൈവ് വരക്കും, വീഡിയോസ് ചെയ്യക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടക്കം തന്നെ. ചുരുക്കി പറഞ്ഞാൽ കൊത്തുകൂടക്കം, തല്ലുകൂടക്കം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ടാളും തമ്മിൽ എപ്പോഴും തല്ലുകൂടക്കം തന്നെ. അവസാനം മനംനൊന്നിട്ടാണ് ഈ ജസ്ന ഈ മാതിരി കടുങ്കൈ ചെയ്തത്. കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യൂ എന്നൊക്കെ. എന്തായാലും ഇതേ ഇപ്പൊ ചെയ്തു. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും അതിനുശേഷം ജസ്ന വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്താണ് കേസ്, നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് എസ്ഐനോട് പറഞ്ഞു, ഇതെനിക്ക് FIR ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ്, നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. സാജനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു, സാജനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു? ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്തത്? ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി? അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് FIR ഇട്ട് കിട്ടിയിട്ടില്ല വെച്ചാൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയും ഇല്ല. കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല, നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത്. അത് എന്തോ ഒരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത്. അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പോൾ കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടിയിട്ടുണ്ട്. അതേപോലെ ഷഫീന ബീബി, ഇവർ 3 പേരും. അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി. ഞാൻ ചെറിയൊരു
സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല. അപ്പോൾ അവർ അവിടുന്ന് നമ്മുടെ ഇവിടുന്നില്ലേ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞതുപോലെ പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും, FIR ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലസിത പാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അതിൻ്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഇന്നലെ എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത്, അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനിയൊരു കൊച്ചിനും വരാതിരിക്കട്ടെ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുക ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളെ ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ഇതിന് ഫേക്കാണെന്ന് പറയേണ്ട. മോനെ വണ്ടി പോയിട്ട് എൻ്റെ ഇതൊക്കെ എടുത്തുണ്ടോ, ഷീറ്റ് എടുത്തുണ്ടോ? ഇത് വെറുതെ കയ്യിൻ്റെ മുകളിൽ കെട്ടിയതാണെന്ന് പറയണ്ട. എനിക്ക് സമൂഹത്തിനോടൊന്നേ പറയാനുള്ളൂ, ഈ RSSലും BJPയിലും ഭരിക്കുന്ന ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന താടക ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ മക്കളുടെയും മരണം കണ്ടിട്ട് മാത്രമേ ആ സ്ത്രീ അടങ്ങുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ ഇപ്പം നിന്നുകൊണ്ട് നടക്കുന്നത്. നിരന്തരം ഞാൻ ഹണി ട്രാപ്പുകാരിയാണ്, 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് നിരന്തരം പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പെണ്ണുങ്ങൾക്ക് ഓഫർ വെച്ചു, 7 പവൻ്റെ മാല കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽ കൊണ്ടുതന്നാൽ മോനെ അന്ന് പരാതിപ്പെട്ടതിൻ്റെ റെസീറ്റും എടുക്ക്. രണ്ടാമത് പറഞ്ഞു 1 കോടി രൂപ വരുന്ന വീടും സ്ഥലവും ഞങ്ങൾ തരാം, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒന്ന് കൊണ്ടാ. ഞാൻ കൊടുക്കാത്ത കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണുങ്ങൾ നിരന്തരം പോസ്റ്റ് ഇടുന്നത്. എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ലസിത പാലക്കൽ എന്നതിന് സമ്മതിക്കുന്നില്ല. ഇനിയും എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അത്രമേൽ വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാനിങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചത്. ഇനി ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നതിൻ്റെ സകല ഷീട്ടുകളും കാര്യങ്ങളുമാണ്. വെറുതെ പറയല്ല, താലൂക്ക് ഹോസ്പിറ്റലിലാണ്. താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ പോലീസുകാരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇതായിരുന്നു മോനെ, ഇതല്ല വേറൊന്ന്, ഇത് ഗുരുവായൂരത്തേതാ. അപ്പോൾ ഞങ്ങൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ട് പരാതി കൊടുത്ത. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ചിത്രം വരയ്ക്കുന്നു, വിൽക്കുന്നു എന്ന് പറയുന്നത് അത് അവർക്ക് വിഷയമില്ല എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നു. ഗുരുവായൂർ പോകുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നു. ഗുരുവായൂർ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം പോകാതിരിക്കുന്നത് അവർക്കൊരു വിഷയമാണെന്ന് പറയുന്നു. അത്രമേൽ ടോർച്ചർ ചെയ്യാൻ ഇനി ഞാൻ എവിടെയാണ്, പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എവിടെ വേണമെങ്കിലും ഞാൻ പോയി പരാതിപ്പെട്ടോളാം. ഈ ലസിത പാലക്കൽ ഒന്ന് എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. ആ സ്ത്രീക്ക് എന്തിൻ്റെ ഗുരുവാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ ഫാമിലി ഇന്നലെ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല, ഹോസ്പിറ്റലുമായിട്ട് കളിച്ചതാണ്. ഇവിടെ എൻ്റെ മക്കളും എല്ലാവരും മെൻ്റലി ടോർച്ചറായിട്ട് ലസിത പാലക്കലിനെതിരെ ഞാൻ കൊടുത്ത കംപ്ലൈൻ്റാണ്, കംപ്ലൈൻറ്റിൻ്റെ റെസീറ്റാണ്. ഇത് FIR ഇടണമെന്ന് പറഞ്ഞപ്പം SI പറഞ്ഞു ഞങ്ങൾ അവളെ വിളിപ്പിക്കാം, വിളിപ്പിച്ചിട്ട് അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് അവളെ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും മനുഷ്യനെല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതേപോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലസിത പാലക്കൽ എന്നെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. വ്യാജ പ്രചരണം നടത്തിയിട്ട്
പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈ കൂപ്പിയിട്ട് ഞാൻ പറയാം, ലസിത ഒന്ന് പ്ലീസ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒന്ന് വെറുതെ വിടണം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നിനക്ക് കുടുംബം നശിപ്പിച്ച് നല്ല ശീലമുണ്ട് എന്ന് വെച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാക്കരുത്. ഇനി ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ടേ ഞാൻ വല്ല തീയും കൊളുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മരിച്ചോളാം. നിനക്ക് അത്രയ്ക്ക് സമാധാനമാണെങ്കിൽ 2 വർഷത്തോളമായി ഇപ്പം ഈ ലസിതൻ്റെ ജസ്ന പറയുന്നത് കേട്ടില്ലേ? ഒരാളുടെ ഭാഗം മാത്രം കേൾക്കുന്നത് ശരിയാവില്ലല്ലോ. അപ്പൊ ലസിതയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇപ്പം പറയുന്നുണ്ട്. ആത്മഹത്യാ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നെ പറ്റിയിട്ടും എന്റെ അമ്മേനെ പറ്റിയിട്ടും എനിക്ക് കാമവേറി പൂണിച്ചാണ് ഞാൻ 2ാമത് കല്യാണം കഴിക്കുന്നത് വരെ എന്റെ വീഡിയോന്റെ അകത്ത് വന്നിട്ട് ഇവള് വൃത്തികെട്ട മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ. ഒന്നും ഇവിടെ പ്രശ്നമില്ല. അവൾക്ക് മാത്രമേ മക്കളിലും അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. എന്റെ മക്കൾക്ക് കുറവുകളില്ലേ? ഇത്രയും വൃത്തികേട് പറയുന്ന എന്റെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഓപ്ഷൻ ഇല്ല. ആത്മഹത്യക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ആത്മഹത്യ. എന്തുവാടി ഇങ്ങൊക്കെ പറയുന്നത്? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ. എന്റെ അമ്മ വളരെ മോശമാണ്, ഞാൻ കാമത്തിന് വേണ്ടിയിട്ടാണ് 2ാമത് കല്യാണം കഴിച്ചത്. അപ്പൊ നിനക്ക് 18 കേസുണ്ട് എന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്രയും വലിയ ഒരു ഇത് ബോധം വന്നത് അല്ലെ? നിനക്ക് മക്കളെ അതേപോലെ എന്റെ മക്കളും സ്കൂളിൽ പോകുന്നതാണ്. എന്റെ മക്കളും പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെയാണ്. എന്റെ മക്കൾക്കും കുറവുകളുണ്ട്. നീ പറയുമ്പോ ഞാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ ആത്മഹത്യ ഒന്നും ഞാൻ ചെയ്യൊന്നുമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല.